മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറുമ്പോൾ സാധാരണക്കാർക്ക് വലിയ ആനുകൂല്യങ്ങളാണ് ഇപ്പോൾ വാഗ്ദാനമായിട്ട് വന്നിട്ടുള്ളത്. അത് നാളെ മുതൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നതും സാധാരണക്കാർക്ക് 5 വർഷത്തേക്ക് സൗജന്യ അരിയും ഗോതമ്പും ഉൾപ്പെടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി ഇതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു ആനുകൂല്യം അത് നമ്മളുടെ വീടുകളിലേക്ക് ലഭിക്കുന്ന പദ്ധതിയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി മുഫ്ത് ബിജ്ലി യോജന എന്ന് പറയുന്ന സ്കീമിന് കീഴിൽ നമുക്ക് വൈദ്യുതി ബില്ലുകൾ ഇല്ലാതാകുന്നു. ഇനി മുതൽ കറണ്ട് ബില്ല് അടയ്ക്കേണ്ട സാഹചര്യം പോലും ഇല്ലാതാകുന്ന ഒരു പദ്ധതി. വീടുകളിലേക്ക് സോളാറുകൾ സ്ഥാപിച്ച് നമുക്ക് സൗജന്യ വൈദ്യുതി ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. APL നിന്നോ BPL നിന്നോ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ നമുക്ക് അപേക്ഷ വെക്കുന്നതിന് വേണ്ടി സാധിക്കും. ഈ സൗജന്യ വൈദ്യുതി സ്കീം നമുക്ക് സാങ്ഷനായി കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിൽ പിന്നീട് സോളാർ വൈദ്യുതി ഉപയോഗപ്പെടുത്തുന്നതിന് ഇങ്ങനെ കറണ്ട് ബില്ല് ഇല്ലാതാക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ്. ഇനി ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് 30,000 രൂപ മുതൽ 78,000 രൂപ വരെയാണ് സബ്സിഡി കേന്ദ്ര സർക്കാർ നമുക്ക് വേണ്ടി തരുന്നത്. അത് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നേരിട്ട് നൽകുകയും ചെയ്യുകയാണ്. ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ സാധാരണക്കാരുടെ വീടുകളിലെ വൈദ്യുതി ബില്ല് അത് കുറയ്ക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തുന്ന ഈ വമ്പൻ പദ്ധതി നമുക്ക് അപേക്ഷ വെക്കുന്നതിന് വേണ്ടി അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളെയോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിനെയൊക്കെ സമീപിച്ചാൽ മതിയാകും. നമ്മളുടെ മൊബൈൽ നമ്പറും കൺസ്യൂമർ നമ്പറും മാത്രം മതി നമുക്ക് ആദ്യഘട്ട രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന്. ഇനി അത് മാത്രമല്ല, ഈ സൈറ്റ് വഴി നമുക്കൊന്ന് പരിശോധിച്ചാൽ കൃത്യമായിട്ട് നിലവിൽ നമ്മളുടെ വൈദ്യുതിയുടെ ശരാശരിയും അതോടൊപ്പം തന്നെ എത്ര സ്ക്വയർ ഫീറ്റ് ഈ സോളാർ പ്ലാന്റ് നമ്മളുടെ വീടുകളിൽ വെക്കുന്നതിനുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ചിലവാകുന്ന തുക, അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ നൽകുന്ന സബ്സിഡി, അതോടൊപ്പം തന്നെ മറ്റ് വിശദാംശങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് താങ്ങാവുന്ന രീതിയിൽ തന്നെ ഈ ഒരു പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് അതോടൊപ്പം തന്നെ നമുക്ക് ഇഷ്ടമുള്ള പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി സഹായം ഇവിടെ ലഭിക്കുകയും ചെയ്യും. പദ്ധതിയുടെ ഭാഗമായിട്ട് അപേക്ഷ വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ വേരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതിനൊക്കെ ശേഷമാണ് കൃത്യമായിട്ട് നമ്മളുടെ സ്ഥലത്തേക്ക് സോളാർ പ്ലാന്റുകൾ അംഗീകൃത വെണ്ടർമാർ സ്ഥാപിക്കുന്നത്. ഇത് സ്ഥാപിച്ച് പിന്നീട് നെറ്റ് മീറ്റർ കണക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതിനുശേഷം ഉദ്യോഗസ്ഥരുടെ കൃത്യമായിട്ടുള്ള വേരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ സർട്ടിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞ ശേഷമാണ് ഫൈനൽ, അതായത് എല്ലാ അംഗീകാരവും ലഭിച്ച ശേഷമാണ് നമ്മൾ ക്യാൻസൽഡ് ചെക്കൊക്കെ അപ്ലോഡ് ചെയ്ത് ഈ സബ്സിഡി അക്കൗണ്ടിലേക്ക് വാങ്ങുന്നത്. 1 കിലോവാട്ട് പ്ലാന്റ് മതിയെങ്കിൽ നമുക്ക് 30,000 രൂപയുള്ള സബ്സിഡി കിട്ടും. ഏകദേശം 30,000 രൂപയോളം തന്നെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് സാധിക്കുന്നതാണ്. ഇനി 2 കിലോ വാട്ടൊക്കെ ആണെങ്കിൽ 60,000 മുതൽ ഏകദേശം 1 ലക്ഷം രൂപ വരെയൊക്കെയാണ് പ്ലാന്റിന് ചിലവാകുന്നത്. എന്നാൽ ഇതിൽ തന്നെ 60,000 രൂപ സബ്സിഡി ആയിട്ട് നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇനി ഏറ്റവും ഒടുവിലായിട്ട് 3 കിലോ വാട്ടോ അതിന് മുകളിലോ ആണ് പ്ലാന്റ് സ്ഥാപിക്കുന്നത് എങ്കിൽ 78,000 രൂപ കേന്ദ്ര സർക്കാരിൻ്റെ സബ്സിഡി ആയിട്ട് ലഭിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വീട് പൂർണ്ണമായിട്ട് സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്നതാകും. പിന്നീട് കറണ്ട് ബില്ല് ഇല്ലാതാവുകയും ചെയ്യും. അപ്പോൾ വാർക്ക വീടൊക്കെ ഉള്ളവർ പ്രത്യേകം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അതിനുള്ള സംവിധാനമുള്ളവർ പ്രത്യേകം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഏതെങ്കിലും വിധത്തിൽ അഡീഷണൽ ഫിറ്റിംഗ്സ് ഒക്കെ വേണ്ടി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ചാർജ് കൂടി ഗുണഭോക്താവ് മുടക്കേണ്ടതാണ്. മുഫ്ത് ബിജ്ലി യോജന എന്നാണ് സ്കീമിൻ്റെ പേര്, അല്ലെങ്കിൽ PM സൂര്യഘർ എന്ന ക്രോമിൽ നിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പദ്ധതിയെ പറ്റിയുള്ള എല്ലാ വിശദാംശങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയ ജനപ്രിയ പദ്ധതിയാണ്. മുൻപെങ്ങും നൽകിയിട്ടില്ലാത്ത ഒരു സബ്സിഡി നിരക്ക് കൂടിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഫേസ്ബുക്ക് വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യണം. ഇതോടൊപ്പം തന്നെ വിവിധ പൊതു അറിയിപ്പുകൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്.